പുതിയ നിയമത്തിൽ ആടിനെ തേടി വരുന്ന ഒരു ഇടയൻ എന്ന നിലയിൽ യേശുവിനെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കണം, അത് പുതിയ നിയമത്തിൽ തുടങ്ങിയ സ്വഭാവമല്ല. പ്രത്യുത ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമില്ല. അവൻ അന്നും ഇന്നും ഒന്നുപോലെ പാപിയെ തേടി വരുന്നവനായ ദൈവമാണ്. The same day evening, that same evening God was coming down. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആദമേ നീ എവിടെ? ഉൽപ്പത്തി പുസ്തകം 3-ാം വാക്യത്തിൽ ആദമേ നീ എവിടെ? എന്താ ഇതിൻ്റെ അർത്ഥം? നീ എവിടെ ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പിള്ളേർ സാറ്റ് കളിക്കുമ്പോൾ എവിടെ ഒളിച്ചിരിക്കുന്നത് ചോദിക്കുന്ന പോലെ അല്ല. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. എനിക്ക് നീ ഹൈഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ, എവിടെ നീ ഒളിച്ചിരിക്കുന്നതല്ല ചോദിക്കുന്നത്. ദൈവം സർവ്വജ്ഞാനിയാണ്. എലി വിസൽ എന്ന് പറയുന്ന ഒരു നോബൽ പ്രൈസ് കിട്ടിയ, നൊബേൽ സമ്മാനം കിട്ടിയ ഒരു റൈറ്ററുണ്ട്. ഈസ് എ ജ്യൂ, ജർമ്മൻ ജ്യൂ ആണ്. ജർമ്മനിയിൽ ജീവിച്ച ആളാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. മീൻസ് യുനോ ഹി വാസ് വളരെ ആദരിക്കപ്പെടുന്നതായ ഒരു ജൂയിഷ് സാഹിത്യകാരനാണ് എലി വിസൽ എന്ന് പറയുന്ന വ്യക്തി. ആ എലി വിസലുമായിട്ട് ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ തന്നെ ബുക്കായിട്ടുണ്ട്. ഐ വാസ് ജസ്റ്റ് റീഡിങ് ഇറ്റ്. അതിനകത്ത് അദ്ദേഹം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിരുന്ന റബിയുടെ സ്റ്റോറി പറയുന്നുണ്ട്. റബി നിങ്ങൾക്കറിയാമല്ലോ, യഹൂദ മതം പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. ആ റബിയെ ഇവർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പിടിച്ചിട്ടു. നാസി പട്ടാളം, ഒരു നാസി പട്ടാളക്കാരൻ ഈ റബിയെ കളിയാക്കാനായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. റബി, എൻ്റെ അപ്പനും അമ്മയൊക്കെ ക്രിസ്ത്യാനികളായിരുന്നു, ഞങ്ങളുടെ വീട്ടിലൊരു വേദോസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഈ വേദോസമൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ചങ്ങോട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടല്ലോ അവിടെ എഴുതിയിരിക്കുക, ആദാം എങ്ങാണ്ട് പോയി ഒളിച്ചു. ഉടനെ ദൈവം ചോദിച്ചു, ആദാമേ നീ എവിടെ? ദൈവത്തിന് അറിയത്തില്ല. നിങ്ങൾ പറയുന്നത് ദൈവം സർവ്വജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്. അപ്പോൾ പിന്നെ എന്തിനായി ദൈവം ചോദിച്ചത് നീ എവിടെയെന്ന്? അങ്ങനെ എവിടെ ആദാം എവിടെ ഒളിച്ചതെന്ന് പോലും അറിയാൻ വയ്യാത്ത ആളാണ് ദൈവമെങ്കിൽ ഇതെന്തോന്ന് ദൈവം നീന്തിച്ച് അന്ന് ഞാൻ വായന നിർത്തിയെന്ന് കളിയാക്കി പറഞ്ഞതാണ്. റബി ഇവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എലിവിസിൽ എഴുതിയിരിക്കുന്ന വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. മോനെ, ഇഫ് യു ആർ സിൻസിയർ ഐ വിൽ ആൻസർ യുവർ ക്വസ്റ്റ്യൻ. നീ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആദാമേ നീ എവിടെ ഒളിച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നല്ല ആ വാക്യത്തിൻ്റെ അർത്ഥം. ശരിക്കും ചോദിക്കുന്നത് നീ ഇപ്പോൾ എവിടെയാണെന്നാണ്. എന്താ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അർത്ഥം, ഞാൻ നിന്നെ എവിടെയാക്കി അവിടെയാണോ നീ ഇപ്പോൾ, അതോ നീ മറ്റൊരു സ്ഥലത്തേക്ക് വീണുപോയോ? അതാണ് ചോദ്യം. ഇപ്പോൾ എവിടെയാണ് നീ? ആ ചോദ്യം കണ്ടെത്താനുള്ള, എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു അജ്ഞാനിയായ ഒരു ദൈവത്തിൻ്റെ ചോദ്യമല്ല, ഒരു പിതാവിൻ്റെ ഹൃദയം വേദനിക്കുന്ന ഒരു ചോദ്യമാണ്. തെറ്റ് ചെയ്ത് ആദാമിനോട് ചോദിക്കണം, മോനെ നീ എന്തായി കാണിച്ചത് എന്ന് ചോദിക്കുന്ന തുല്യമായ കാര്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും കൊന്നയിച്ച് പോലീസ് ഓടിച്ചിട്ട് പിടിക്കാൻ വരുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ എവിടെയാണെന്നല്ല ചോദിക്കുന്നത്, എന്തായി കാണിച്ചത്? ഞാൻ നിന്നെ എങ്ങനെയാണ് വളർത്തിയത്? ഇതിനാണോ ഞാൻ നിന്നെ വളർത്തിയത്? നീ എന്തായി കാണിച്ചത്? എൻ്റെ ജീവിതം നീ തകർക്കുന്നതിന് തുല്യമല്ല. ഞാൻ എൻ്റെ മുഴുവൻ ജീവിതവും നിനക്ക് വേണ്ടി തന്നിട്ട് നീ എന്നോട് എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്ന അതേ ചോദ്യമാണ് ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, അതൊരു അന്വേഷണ ത്വരയോടെ ചോദിക്കുന്ന ചോദ്യമല്ല. ഹൃദയം തകർന്നിട്ട് കരഞ്ഞുകൊണ്ട് കർത്താവ് ചോദിക്കുക, മോനെ നീ എന്തായി കാണിച്ചത്? ഇന്നും കർത്താവ് ചോദിക്കുന്ന ചോദ്യം അതാ, ഞാൻ എവിടെയാണ് നിന്നെ ആക്കിയത്, പക്ഷെ ഇപ്പോൾ നീ എവിടെയാണ്? ദൈവം നമ്മളെ ആക്കിയ സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് പോകുമ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് ഹി ഈസ് കമ്മിങ് ഡൗൺ. അവിടെയാണ് തേടി വരുന്ന സ്നേഹം. ഞാനൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. പാപം ചെയ്ത മനുഷ്യനെ ദൈവം ഓടിച്ചു വിടുകയല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാപം ചെയ്ത മനുഷ്യൻ ഓടി ഒളിക്കുകയാണ്. പാപം ചെയ്ത മനുഷ്യനെ ദൈവം ഓടിച്ചു കളയല്ല. എന്താ സംഭവിക്കുന്നത്? ദൈവം പറഞ്ഞോ ഓടാന്ന് പറഞ്ഞോ? ഇല്ല. ദൈവം ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ അവൻ ഓടി ഒളിക്കുകയാണ്. എന്നും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്, അല്ലാതെ ദൈവം ഓടിച്ചു വിടുകയല്ല. ഓടിപ്പോകുന്ന മനുഷ്യനെ പുറകെ ചെന്ന് തിരക്കുന്നതാണ് ദൈവസ്നേഹം. നേരെ നിൽക്കുന്ന മനുഷ്യനെ അല്ല. ദൈവത്തിൽ നിന്ന് ഓടി അകലുവാൻ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. മനുഷ്യൻ പാപം ചെയ്തു, അവൻ ഓടി ഒളിച്ചു. എന്നാൽ ദൈവം അന്ന് വൈകുന്നേരം വന്നിട്ട് ചോദിക്കുക, എന്താ മോനെ നീ കാണിച്ചത്? എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ വേദന അവിടെയാണ്. ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് ദൈവം വേദനിക്കുന്നത് അന്നേരമാണെന്നാണ് എൻ്റെ ചിന്ത. അറ്റ്ലീസ്റ്റ് വേദപുസ്തക ചരിത്രത്തിൽ ദൈവം വേദനിക്കുന്നത്, ദൈവം അനുതപിച്ചു എന്ന് പിന്നീട് എഴുതിയിട്ടുണ്ട്, പക്ഷേ ദൈവം വേദനിക്കുന്നത് ഹൃദയവേദന, ദൈവത്തിൻ്റെ ഹൃദയവേദന. നിങ്ങൾക്കറിയാമല്ലോ, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുമെങ്കിൽ ഓരോ വ്യക്തി പാപം ചെയ്യുമ്പോഴും സ്വർഗത്തിൽ വലിയ ദുഃഖവും ഉണ്ടാകും. ഹല്ലേലൂയ. നീ എവിടെയാണ് നീ? ഞാൻ നിന്നെ ആക്കി വെച്ച സ്ഥലത്ത് നിന്നെ കാണുന്നില്ലല്ലോ. ദൈവം നമ്മളെ ഏത് സ്ഥലത്ത് ആക്കി വെച്ചോ, യു വെർ നോട്ട് ഇൻ ദ പ്ലേസ് വെർ ഗാഡ് ഹാസ് പ്ലേസ് യു. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ നിന്നെ ആക്കി വെച്ച സ്ഥാനത്ത് നീ ഇപ്പോൾ ഇല്ല. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ്
ലോസ്റ്റ്. ദൈവം എന്നെ എവിടെയാക്കിയോ അവിടെ അല്ലാതെ മറ്റൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഐ ആം ലോസ്റ്റ്. ഈവൻ ഇഫ് ഐ ആം എ ബിലീവർ, ഐ എം എ പാസ്റ്റർ, എ മിഷണറി, ഐ എം ലോസ്റ്റ്. ബിക്കോസ് ദൈവം എന്നെ ആക്കിയ സ്ഥാനത്ത് നിന്ന് ഉള്ള നഷ്ടമാണ് ശരിക്കും എന്ത് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ലോസ്റ്റ് എന്ന് പറയാൻ കാര്യം. എങ്ങനെയാണ് ദൈവം ആദമനെ ഭൂമിയിലാക്കിയത്? ആദമനെ ഭൂമിയിലാക്കിയത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്. ഗാഡ് പ്ലേസ്ഡ് ആഡം ആസ് ഹിസ് റെപ്രസെൻറ്റേറ്റീവ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ആദമനെ സൃഷ്ടിച്ചിട്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. ഗാഡ് ബ്ലെസ്ഡ് ഏബ്രഹാം. അനുഗ്രഹിച്ചു എന്ന് വേദപുസ്തകത്തിൽ പറയുന്ന ഈ ഭാഗം പുത്രൻ്റെ അധികാരം കൊടുക്കുന്നതിന് തുല്യമായ ഒരു വാക്കാണ്. നമ്മളൊക്കെ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോഴോ ഒറീസായിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ചെല്ലുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ആളുകൾ പിള്ളേരെ കൊണ്ട് വന്നിട്ട് പറയും ബ്ലസ് ദ ചൈൽഡ്. അപ്പോൾ ഞാൻ കയ്യിലെടുത്തിട്ട് ലോർഡ് ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ലെറ്റ് ദിസ് ചൈൽഡ് ബി ബ്ലസ്ഡ്, ഫിനിഷ്. എന്നിട്ട് കൊച്ചിനെ തിരിച്ചു കൊടുക്കും. പക്ഷേ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് ബ്ലസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സിമ്പിൾ ബ്ലെസ്സിങ്ങിനൊന്നും പറ്റത്തൊന്നുമില്ല. യുനോ നോർമൽ വേയിൽ അവിടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് സാധാരണ രീതി വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മകനാക്കുന്നതിന് തുല്യമായ ഒരു അനുഗ്രഹമാണ് ബ്ലെസ്സിങ്. അതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചെന്ന് പറയുന്നത് എല്ലാവരെയും അനുഗ്രഹിച്ചെന്നല്ലോ എഴുതിയിരിക്കുന്നത്. ആദമിനെ അനുഗ്രഹിച്ചു, നോഹയെ അനുഗ്രഹിച്ചു, അബ്രഹാമിനെ അനുഗ്രഹിച്ചു, ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബ് ഇസഹാക്ക് അവൻ്റെ മക്കളെ വിളിച്ച് അനുഗ്രഹം കൊടുക്കും. നിങ്ങൾക്കറിയാമല്ലോ യാക്കോബിനെയും യേശാവിനെ അനുഗ്രഹിക്കാനായിരുന്നു യാക്കോബിൻ്റെ ആഗ്രഹം. പക്ഷേ യാക്കോബാണ് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോയത്. അനുഗ്രഹം വാങ്ങിച്ചിട്ട് തിരിച്ച് അവൻ പോയി കഴിഞ്ഞപ്പോൾ യേശാവ് എന്ത് ചെയ്തു? യേശാവ് വന്നിട്ട് അവൻ പറയുന്നത് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇസഹാക്ക് എന്താ പറയുന്നത്? ഐ എം സോറി, എനിക്ക് അനുഗ്രഹിക്കാൻ പറ്റത്തില്ല, നിന്റെ സഹോദരൻ നിന്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോയി. അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പാ നിനക്ക് ഒരു അനുഗ്രഹമേ ഉള്ളൂ? ഇസഹാക്ക് പറയുന്നത് യെസ്, മകന് കൊടുക്കാനായിട്ട് ഒരു അനുഗ്രഹമേ ഉള്ളൂ. അതാണ് പുത്രാധികാരം നൽകുന്നതിന് തുല്യമായ വാക്കാണ് എന്ത്? അനുഗ്രഹം എന്ന് പറയുന്നത്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? അബ്രഹാമിനെ ദൈവം അവൻ്റെ പുത്രനാക്കി എന്നാണ്. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടിയ കാളയും വെള്ളിയും പൊന്നും നമ്മൾ പറയുന്നതല്ല. അബ്രഹാം വെള്ളി, പൊന്ന്, കന്നുകാലികൾ ഈ വകയിലൊക്കെയും ബഹു സമ്പന്നനായിരുന്നു. ബ്രദർ വായിച്ചിട്ടില്ലേ? അതാണ് അബ്രഹാമിന്. അതൊന്നുമല്ല അബ്രഹാമിൻ്റെ അനുഗ്രഹം. അതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയെന്നറിയാമോ? വായിച്ചു നോക്കണം. അതൊന്നും ദൈവം കൊടുത്തൊന്നുമല്ല, മിസ്രൈമിൽ നിന്ന് കിട്ടിയതാ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അബ്രഹാമിന് എവിടുന്നാ വെള്ളി, പൊന്ന്, കാള ഈ വകയൊക്കെ കിട്ടിയതെന്ന്. എന്തിനാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ്റെ ഭാര്യ സാറയ്ക്ക് ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോകേണ്ടി വന്നു. എന്നിട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, അവൾ നിമിത്തം ഫറവോൻ അവന് നന്മ ചെയ്തെന്ന്. അവിടുന്ന് കിട്ടിയതാ വെള്ളിയും പൊന്നും കാളയും കലപ്പയും ഒക്കെ. അല്ലാതെ അബ്രഹാമിൻ്റെ അനുഗ്രഹമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാളയെ കിട്ടും, നിങ്ങൾക്ക് പൊന്ന് കിട്ടും, വെള്ളി കിട്ടും. വായിച്ചിട്ടില്ലേ ബ്രദറെ? വായിച്ചിട്ടുണ്ടെന്നേ, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. വായിച്ചിട്ടില്ലാത്തവനാണ് ഇതൊക്കെ ദൈവം കൊടുത്തതാണെന്ന് പറയുന്നത്. ഐ എം സോറി ടു സേ ദീസ് തിങ്സ്. വേദോസം വായിക്കണം. ആരാണെങ്കിലും, എത്ര വലിയ പ്രസംഗകനാണെങ്കിലും വേദോസം വായിച്ചിട്ട് വേണം വന്നിക്കാൻ. അതുകൊണ്ട് അനുഗ്രഹം എന്ന് പറയുന്നത് അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം എന്നറിയാമോ? ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിങ് ആൻഡ് ഓൾ ദ ഫാമിലീസ് ഇൻ ദി എർത്ത് ഷാൽ ബി ബ്ലെസ്ഡ് ബൈ യു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്തിന്? നിനക്ക് സുഖമായിട്ട് ജീവിക്കാനൊന്നുമല്ല, നീ ഒരു അനുഗ്രഹമാകേണ്ടതിന്. അതായത് എൻ്റെ അനുഗ്രഹം ലോകത്തിൻ്റെ സകല ജാതികളിലേക്കും കൊടുക്കാനായിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് എൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൈമാറ്റക്കാരനാണ് അബ്രഹാം. അതാണ് അബ്രഹാമിനുള്ള അനുഗ്രഹം. അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം. ആദമിന് കൊടുത്ത അനുഗ്രഹം അത് തന്നെയാണ്. ഹി വാസ് ദ സൺ. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ജീനിയോളജി പറഞ്ഞു വരുമ്പോൾ ഏറ്റവും ഒടുവിൽ പുറകോട്ട് പോയിട്ട് ആദം ദൈവത്തിൻ്റെ മകൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആദം ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുന്നത് ജനറ്റിക്കലായിട്ട് പറയുന്നതല്ല. ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ ദൈവം ആദമിനെ തെരഞ്ഞെടുത്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹി വാസ് എ സൺ. കാര്യം എൻ്റെ മകനാണ് എന്നെ പ്രതിനിധീകരിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. ദറ്റ് ഈസ് വാട്ട് ഈസ് മെൻറ്റ് ദെയർ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതായ അർത്ഥം. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആദമിനെ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനാക്കി സകല മൃഗങ്ങളുടെ മേലും പക്ഷികളുടെ മേലും എല്ലാത്തിൻ്റെ മേലും അവന് അധികാരം കൊടുത്തു. ദൈവത്തിന് പകരം അവയെ നോക്കാനും പരിപാലിക്കുവാനുള്ള അവകാശം കൊടുത്തു. പക്ഷേ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നതിന് പകരം പാമ്പിനെ പാഠം പഠിപ്പിക്കേണ്ടതിന് പകരം പാമ്പിൽ നിന്ന് അവൻ പാഠം പഠിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നാണ് വേദം പറയുന്നത്. പാമ്പ് എവിടെ ആയിരുന്നു കിടക്കേണ്ടത്? കാലിൻ്റെ കീഴേ. പക്ഷേ പാമ്പ് എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ കേൾക്കാൻ പോയതാ. അന്നേരം തന്നെ പാമ്പിനോട് പറയണമായിരുന്നു, നിന്റെ സ്ഥാനം എവിടെയാണെന്നറിയാമോ? എൻ്റെ കാൽ കീഴിൽ കിടക്കവിടെ എന്ന് ഹൗവ പറയേണ്ടിയിരുന്നു. കാരണം അതാണ് ദൈവം ഉദ്ദേശിച്ചത്.
ഇതിന്നും അതുപോലെയാണ്. നമ്മുടെ വികാരങ്ങളും നമ്മുടെ മോഹങ്ങളും ഒക്കെ തലയ്ക്ക് മുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ തലയുടെ നേരെ നിന്നിട്ട് നമ്മളോട് വർത്തമാനം പറയുമ്പോൾ പറയണം, എൻ്റെ മോഹങ്ങൾ എൻ്റെ കാലിൻ്റെ കീഴെ വേണം കിടക്കാനെന്ന്. അതുകൊണ്ടാണ് കയ്യിനോട് കർത്താവ് പറയുന്നത്, പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, അതിനെ നീ എന്ത് ചെയ്യണം? കീഴ്പ്പെടുത്തണം, സ്റ്റാമ്പ് ചെയ്യണം. പ്രിയമുള്ളവരെ, ഏത് പരിശോധനകളെയും, ഏത് പ്രലോഭനങ്ങളെയും, ഏത് പാപ പ്രലോഭനങ്ങളെയും കാൽ കീഴാക്കാനായിട്ട് പഠിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അങ്ങനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിരുന്ന ആദാം, കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ എൻ്റെ പ്രതിനിധിയായി ലോകത്തെ ഭരിക്കാനാക്കിയിട്ട് ഇപ്പോൾ നീ എവിടെയാണ്? യു ആർ ലോസ്റ്റ്. വൈ? ബിക്കോസ് യു ആർ നോട്ട് ഇൻ ദ പ്ലേസ് വെർ ഐ പ്ലേസ്ഡ് യു. ഞാൻ നിന്നെ എവിടെയാക്കിയോ അവിടെ നീ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ലോസ്റ്റ് ആണോ ഇല്ലയോ എന്ന് തിരക്കാനുള്ള ഒരു സന്ദർഭമാണ്. ദൈവം നമ്മളെ എവിടെയാക്കിയാലും ആ സ്ഥാനത്ത് നിന്ന് അല്പമെങ്കിലും മാറിപ്പോയാൽ നമ്മൾ ലോസ്റ്റ് ആണ്. ആദാം ദൈവത്തിൻ്റെ വഴി വിട്ടിട്ട് സ്വന്തം വഴി തിരഞ്ഞെടുത്തു. ഹി ഈസ് ലോസ്റ്റ്. നമ്മുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ വി ആർ ലോസ്റ്റ്. നമ്മുടെ സ്വന്തം വഴി തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടവരാണ്. എന്നാൽ നമ്മൾ നമ്മുടെ സ്വന്തം വഴി തിരഞ്ഞെടുത്ത് നഷ്ടപ്പെടുമ്പോഴും, അവിടെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പരാജിതരായി തീരുമ്പോഴും, നമ്മൾ ദൈവത്തോട് റിബല്യസ് ആയി തീരുമ്പോഴും, ദൈവം നമ്മളെ ഓടിച്ചു വിടുന്നതിന് പകരം നമ്മളെ അവൻ എന്ത് ചെയ്യുകയാണ്? തേടി വരികയാണ്. ദൈവം ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, തെറ്റ് പറ്റിയോ മോനെ? എന്ത് പറ്റി? ആദാം പറയാണ്, നിന്നെ കണ്ടപ്പോൾ ഞാൻ ഒളിച്ചു, ഞാൻ നഗ്നനാകൊണ്ട് ഞാൻ ഭയപ്പെട്ട് ഞാൻ ഒളിച്ചു. ദൈവം ചോദിക്കുക, നീ നഗ്നനാണെന്ന് ആരാ മോനെ പറഞ്ഞേ? ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നോ? നോക്ക്, ആ ചോദ്യം ക്രൂരമായ ചോദ്യമൊന്നുമല്ല, മനസ്സലിവിൻ്റെ ചോദ്യമാണ്. തെറ്റുപറ്റിയോ മോനെ എന്ന് ചോദിക്കുന്ന അത്രയും മനസ്സലിവിൻ്റെ ചോദ്യമാണ്.